ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് ജാപ്പനീസ് ലാംഗ്വേജ് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഒരു മീനിങ് കിട്ടുന്നില്ല, പഠിച്ചതൊന്നൊക്കെ ഒരു യൂസ്ഫുൾ ആയി തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് DMs വരുന്നുണ്ട്. അപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ ജപ്പാനിലോട്ട് വരുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ആളുകൾക്ക് വരാൻ ആഗ്രഹം കൂടുന്നുണ്ട്. ജപ്പാനെ കുറിച്ച് അറിയുമ്പോൾ, ജപ്പാൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് അറിയുമ്പോൾ ഒരുപാട് പേര് ജപ്പാനിലോട്ട് വരാൻ വേണ്ടി ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ ജപ്പാൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ജാപ്പനീസ് അറിയേണ്ടത് കുറച്ച് അത്യാവശ്യമാണ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കേസ് ആണെങ്കിൽ, ഇപ്പോൾ ഓരോ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നോർമൽ രീതിയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു ബേസിക് ലാംഗ്വേജ് ആയിട്ട് ബേസിക് ജാപ്പനീസ് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിന് വരുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ സ്കിൽഡ് ജോബ്സിൻ്റെ കാര്യമാണെങ്കിലും അൺസ്കിൽഡ് ജോബ്സിൻ്റെ കാര്യമാണെങ്കിലും ജാപ്പനീസ് ലാംഗ്വേജ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അൺസ്കിൽഡ് ജോബും ഉണ്ട്, സ്കിൽഡ് ജോബ്സും ഉണ്ട്. അപ്പോൾ സ്കിൽഡ് ജോബ്സ് നോക്കുന്ന കേസിൽ ഇവിടെ ജാപ്പനീസ് കമ്പനീസും ഉണ്ട്, അതുപോലെ തന്നെ കുറേ ഇൻ്റർനാഷണൽ കമ്പനീസും ഉണ്ട്. ജാപ്പനീസ് കമ്പനീസിൽ ഒബ്വിയസ്ലി എന്തായാലും ജാപ്പനീസ് അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്റാണ്. പക്ഷേ ഇൻ്റർനാഷണൽ കമ്പനീസ് നോക്കുന്ന കേസിൽ അവരുടെ പ്രൈമറി ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിലും അവർ ജാപ്പനീസ് ലാംഗ്വേജ് കൂടെ അറിയുന്നവരെയാണ് കൂടുതലായിട്ട് ഹയർ ചെയ്യുന്നത്. കാരണം ഇവിടെ അവർക്ക് ഒരുപാട് ജാപ്പനീസ് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ ജാപ്പനീസ് ക്ലയൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് നമ്മുടെ നാട്ടിൽ ആളുകൾ ഇപ്പം ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിലും അത്യാവശ്യം ഒരു മിനിമം ബേസിക് ലെവൽ ഇംഗ്ലീഷ് നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അത് അറിയില്ല. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കൂടെ അവർക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയണമെന്ന് വലിയ നിർബന്ധമില്ല. അപ്പോൾ അവർ എന്തായാലും കമ്പനീസ് ഹയർ ചെയ്യുന്ന സമയത്ത് ജാപ്പനീസ് ലാംഗ്വേജ് കൂടെ അറിയുന്നവരെയാണ് ഹയർ ചെയ്യുന്നത്. ഇനി അൺസ്കിൽഡ് ജോബ്സ് നോക്കുകയാണെങ്കിലും ചില കമ്പനീസിലൊന്നും ലാംഗ്വേജ് അത്ര മസ്റ്റ് അല്ല. പക്ഷെ ചില കമ്പനീസിൽ അവർ പറയും 50% ജാപ്പനീസ് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ 10% ജാപ്പനീസ് അറിഞ്ഞിരിക്കണം, 20% ജാപ്പനീസ് ഒക്കെ അറിഞ്ഞിരിക്കണം എന്ന്. അപ്പോൾ ഒരു ബേസിക് ലെവൽ ഓഫ് ജാപ്പനീസ് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ട്രാവലിങ്ങിന് വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ജപ്പാനിൽ വരുന്നവരാണെങ്കിലും ഇവിടുത്തെ ഡെയിലി ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ജാപ്പനീസ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ചില വിസകൾക്ക് ജപ്പാൻ ഗവൺമെൻറ് ജാപ്പനീസ് ലാംഗ്വേജ് അത്യാവശ്യം കുറച്ച് അറിയേണ്ടത് പോലും മസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജപ്പാനിലെ ജാപ്പനീസ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ജപ്പാനിൽ വളരെയധികം പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം ഇവിടെ ഡൈയിങ് പോപ്പുലേഷനാണ് കൂടുതൽ, യൂത്ത് ആയിട്ടുള്ളവർ വളരെയധികം കുറവാണ്. അതുകൊണ്ട് ഇവർക്ക് യൂത്ത് ആയിട്ടുള്ള കുറേ ആളുകളെ കുറേ റിസോഴ്സസ് ആവശ്യമാണ്. അതുകൊണ്ട് ബാക്കിയുള്ള കൺട്രീസിൽ നിന്ന് ആളുകളെ വളരെ അധികമായിട്ട് ഇവരിപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുടെ കേസാണെങ്കിലും എംപ്ലോയ്മെൻറ്റിന് വരുന്നവരുടെ കേസാണെങ്കിലും ജാപ്പനീസ് ലാംഗ്വേജ് അറിയുമെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ആവും. ഇനി ഒന്നും വേണ്ട, നാട്ടിലുള്ള ജാപ്പനീസ് കമ്പനീസിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാപ്പനീസ് ലാംഗ്വേജ് അറിയൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപ്പാനിൽ വരാനുള്ളൊരു പോസിബിലിറ്റി അവിടെയുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജാപ്പനീസ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ജാപ്പനീസ് പഠിക്കണം, ബാക്കിയുള്ള ഭാഷയേക്കാൾ കൂടുതൽ ജാപ്പനീസ് പഠിക്കണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോയുടെ മെയിൻ പർപ്പസിലോട്ടാണ് ഞാൻ പോകുന്നത്. അതായത് എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ജാപ്പനീസ് പഠിച്ചു തുടങ്ങാം എന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലോട്ട് പോകുന്ന സമയത്ത് ടോഫിൽ അല്ലെങ്കിൽ IELTS ഇങ്ങനത്തെ ഓരോ എക്സാംസ് വരാറുണ്ട്. അപ്പോൾ അതുപോലെ ജാപ്പനീസ് ലാംഗ്വേജിൽ നിങ്ങൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പ്രൊഫഷ്യൻസി ടെസ്റ്റാണ് ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് അഥവാ JLPT. ഓക്കെ, അപ്പോൾ ഈ JLPT എന്ന് പറയുന്നത് ആക്ച്വലി 5 ലെവലാണ്. N5 തൊട്ടിട്ട് N1 വരെ. N5 ആണ് ഏറ്റവും ബേസിക് ലെവല്, N1 ആണ് ഏറ്റവും ഹയർ ലെവൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു N5 ലെവലിൽ നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് വേറെ എവിടെയും പോവാണ്ട് വേറെ ഒന്നും ചെയ്യാണ്ട് ഒരു 5 രൂപ പോലും മുടക്കാണ്ട് നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജപ്പാനിലോട്ട് ആദ്യമായിട്ട് വരുന്നത് ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നീടാണ് എനിക്കിവിടെ ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ ജപ്പാൻ ഗവൺമെൻറ് തന്നെ അറേഞ്ച് ചെയ്ത് തന്ന ഒരു ജാപ്പനീസ് സെൻസെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാപ്പനീസിൽ ടീച്ചർ എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിൽ ടീച്ചർ എന്നാണ് അർത്ഥം.
അപ്പോൾ ഈ ജാപ്പനീസ് സെൻസെ എനിക്ക് എങ്ങനെ പഠിപ്പിച്ചു തന്നെ ഞങ്ങളൊക്കെ ഒരു N5 ലെവലിലാക്കിയിട്ടാണ് ആക്ച്വലി ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലോട്ട് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ആ ലെവൽ എങ്ങനെയാണ് ഞങ്ങൾ എത്തിയത്, അല്ലെങ്കിൽ ഞങ്ങൾ എത്രത്തോളം ട്രെയിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചത് എന്നുള്ളതാണ് മെയിൻലി ഈ വീഡിയോയിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പൈസ കൊടുത്ത് പോയി പഠിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ N5 ഒരിക്കലും ആവശ്യമില്ല. ഓക്കെ, ഇനി N5 ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ കിട്ടും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് N4-നാണെങ്കിലും N3 ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു കഴിവ്, ഒരു കേപ്പബിലിറ്റി കിട്ടും, അതായത് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അതല്ല കോച്ചിങ്ങിനൊക്കെ പോയി പഠിക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കാം, നോ പ്രോബ്ലം. ഒരിക്കലും ഞാനും ഒരു ജാപ്പനീസ് പ്രോ ഒന്നുമല്ല, ഞാനും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ജപ്പാനിൽ ഇരുന്നുകൊണ്ടും ഞാൻ ജാപ്പനീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ എക്സാംസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എങ്ങനെ N5 ലെവലിലോട്ടുള്ള ഒരു സ്റ്റഡി എങ്ങനെയാണ് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ജാപ്പനീസ് സെൻസെ എന്നെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്തത് എന്നാണ് മെയിൻലി ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് ഡയറക്റ്റ്ലി പോവാം, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, എനിക്ക് മെയിൻലി വരുന്ന മെസ്സേജസിൽ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാപ്പനീസ് കോൺവെർസേഷനൊക്കെ പഠിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും റിമെമ്പർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജാപ്പനീസ് ഗ്രാമർ ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരോടും ഞാൻ ആദ്യം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങൾ ജാപ്പനീസ് കോൺവെർസേഷൻ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രാമർ വെച്ചോ ജാപ്പനീസ് ലാംഗ്വേജ് ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാപ്പനീസ് റൈറ്റിംഗ് സ്ക്രിപ്റ്റ്സ് പഠിക്കലാണ്. ഓക്കെ, അപ്പോൾ മെയിൻലി ജപ്പാനിൽ 3 റൈറ്റിംഗ് സ്ക്രിപ്റ്റ്സ് ആണുള്ളത്: ഹിരഗാന, കത്തക്കാന, കാഞ്ചി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ, അതായത് N5-ഓ N4-ഓ ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത്, ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ റൈറ്റിംഗ് സ്ക്രിപ്റ്റ്സ് പഠിക്കുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ ആദ്യത്തെ 2 ആദ്യം പഠിക്കേണ്ടത്, അതായത് ഹിരഗാന ആൻഡ് കത്തക്കാന. ഇതിൽ 2 ആദ്യം പഠിക്കേണ്ടത് നമ്മൾ ഹിരഗാനയാണ്. ഓക്കെ, അപ്പോൾ ഹിരഗാന ആദ്യം പഠിക്കുക, പിന്നെ കത്തക്കാന പഠിക്കുക, പിന്നീട് ഞാൻ പറയും എപ്പോൾ കാഞ്ചി പഠിക്കണമെന്ന്, അപ്പോൾ മാത്രം കാഞ്ചി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഹിരഗാന വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഹിരഗാന എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജാപ്പനീസ് ലാംഗ്വേജിൽ നിന്ന് തന്നെ ഡിറൈവ് ആയിട്ടുള്ള ഫ്രേസസ് അല്ലെങ്കിൽ വേർഡ്സ്, സെൻറ്റൻസസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഹിരഗാന റൈറ്റിംഗ് സ്ക്രിപ്റ്റിൽ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, അതായത് ഒഹായോ ഗൊസൈമസ്, അതായത് ജാപ്പനീസിൽ ഗുഡ് മോർണിംഗിന് നമ്മൾ ഒഹായോ ഗൊസൈമസ് എന്നാണ് പറയുക. അപ്പോൾ ഒഹായോ ഗൊസൈമസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ജാപ്പനീസാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഇതിലെഴുതും, ഹിരഗാന ലാംഗ്വേജിൽ എഴുതും. അതുപോലെ കൊന്നിച്ചീവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ, ഇതൊക്കെ എന്താണ്, ജാപ്പനീസ് ഫ്രേസസാണ്, അല്ലെങ്കിൽ ജാപ്പനീസിൽ നമ്മൾ വിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും, ഹിരഗാനയിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഹിരഗാന. ഹിരഗാന ആക്ച്വലി 46 ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഹിരഗാന നമ്മൾ എഴുതാൻ പഠിക്കലാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ സോഴ്സ്, അല്ലെങ്കിൽ എങ്ങനെ ഹിരഗാന പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണാൻ, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അടുത്തത് വരുന്നതാണ് കത്തക്കാന. ഓക്കെ, ഈ ഹിരഗാന കത്തക്കാന 2ന്റെ റീഡിങ് ഒരുപോലെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഹിരഗാനയിൽ ആദ്യം നമ്മൾ ആ, ഇ, ഉ, എ, ഒ, അതുപോലെ ക, കി, കു, കെ, കോ, അങ്ങനെ പഠിച്ചു പോകും. ഓക്കെ, അങ്ങനെ അക്ഷരങ്ങൾ പഠിക്കും. അതേ റീഡിങ് തന്നെയാണ് കത്തക്കാനയിലും. ആ, ഇ, ഉ, എ, ഒ, ക, കി, കു, കെ, കോ, അങ്ങനെ നമ്മൾ അതേ റീഡിങ് തന്നെയാണ്, സെയിം റീഡിങ്ങാണ്. പക്ഷേ ഇത് എഴുതുന്ന രീതി, സ്ക്രിപ്റ്റ് ഡിഫറെൻറ്റാണ്. ഓക്കെ, അപ്പോൾ അതെന്തിനാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 സാധനങ്ങളുടെ ആവശ്യം അപ്പോൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോറിൻ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷകളായിക്കോട്ടെ, ആ ഭാഷകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന വേർഡ്സുകൾ ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സ്റ്റേഷൻ എന്നുള്ള ആ ഒരു ഇംഗ്ലീഷ് വേർഡിൽ നിന്നാണ് സ്റ്റേഷൻ എന്ന് പറയും. അതായത് നമ്മൾ സ്റ്റേഷൻ എന്നാണ് നമ്മൾ ജാപ്പനീസിൽ എഴുതുക. ഇതെന്താണ്, ഇത് ഏതിലാണ് നമ്മൾ എഴുതേണ്ടത്, ഹിരഗാനയിലാണോ? അല്ല, കത്തക്കാനയിലാണ്. കാരണം ഒരു ഫോറിൻ ലാംഗ്വേജിൽ നിന്ന് ഡിറൈവ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ജാപ്പനീസ് വേർഡാണ് സ്റ്റേഷൻ അഥവാ സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഏതിൽ എഴുതണ്ടേ, കത്തക്കാനയിലാണ്. കാരണം ഒരു ഫോറിൻ ലാംഗ്വേജിൽ നിന്ന് വന്നതാണ്. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ ഈ സ്റ്റേഷന് നമ്മൾ എക്കി എന്ന് പറയും. ഓക്കെ, എക്കി എന്നുള്ളത് കംപ്ലീറ്റ്ലി ജാപ്പനീസ്, പ്യോർ ജാപ്പനീസ് വേർഡാണ്. അത് നമ്മൾ ഏതിൽ എഴുതണം, ഹിരഗാനയിൽ എഴുതണം. കാരണം എന്താണ്, അത് നമ്മുടെ എക്കി എന്ന് പറയുന്നത് സ്റ്റേഷൻ്റെ ഒരു കംപ്ലീറ്റ്ലി ജാപ്പനീസ് ആയിട്ടുള്ള വേർഡാണ്. അത് നമ്മൾ എന്തായാലും ഹിരഗാനയിലാണ് എഴുതിയിരിക്കേണ്ടത്. ഇനി നമ്മുടെയൊക്കെ നെയിം, അതായത് എൻ്റെ പേര് അസ്ന എന്നാണ്. ഈ അസ്ന എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് നെയിം അല്ല, ഒരു ഫോറിൻ നെയിമാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഏതിൽ എഴുതേണ്ടത്, ഹിരഗാനയിലാണോ കത്തക്കാനയിലാണോ?
കത്തക്കാനയിലാണ് എഴുതേണ്ടത്, ഒരിക്കലും ഹിരഗാനയിലല്ല. ഹിരഗാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാപ്പനീസിലുള്ള വേർഡ്സ്, ഫ്രേസസ്, സെൻറ്റൻസസ് ഒക്കെ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കത്തക്കാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ ലാംഗ്വേജിൽ നിന്ന് വന്നിട്ടുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് കത്തക്കാന യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പഠിക്കലാണ് ആദ്യത്തെ പ്രോസസ്സ്. ഏതൊക്കെയാണ്? ഹിരഗാന ആൻഡ് കത്തക്കാന. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ പോകാൻ പോകുന്നത് JLPT N5 ഫോക്കസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇത് രണ്ടും പഠിക്കാണ്ട് ഒരിക്കലും JLPT N5 നിങ്ങൾ മനസ്സിൽ പോലും കാണരുത്. ആദ്യം പഠിക്കേണ്ടത് ഇത് രണ്ടുമാണ്. ഇനി നമ്മൾ JLPT N5 നോക്കുന്ന സമയത്ത് കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ JLPT N5 സിലബസിൽ നമുക്ക് 800 വൊക്കാബുലറി, 100 കാഞ്ചി, പിന്നെ ബേസിക് ഗ്രാമർ, ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹിരഗാന കത്തക്കാന നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ വൊക്കാബുലറിയിലോട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വൊക്കാബുലറി 800 പഠിക്കേണ്ടതുണ്ട്. അത് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ കത്തക്കാനയുടെ വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് രണ്ട് നിങ്ങൾ പഠിക്കുക. ഈ 800 വേർഡ് എന്ന് പറയുന്നത് ഒരിക്കലും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം അടുത്ത JLPT എക്സാം വരുന്നത് ജൂലൈയിലാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ എൻഡിലാണ്. അതായത് ഏകദേശം 5-6 മാസം നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ സ്ലോ ആക്കി പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വൊക്കാബുലറി 800 പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കാഞ്ചിയും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഈ കാഞ്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് ലാംഗ്വേജിൽ നിന്നും വന്നിട്ടുള്ളതാണ്. ഓക്കെ, അത് എല്ലാവരും ജാപ്പനീസ് പഠിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, കാഞ്ചി ഡിഫിക്കൽട്ടാണ്. എന്തായാലും കാഞ്ചി ബുദ്ധിമുട്ട് തന്നെയാണ്. ഓക്കെ, പക്ഷേ N5 കേസിൽ നോക്കുകയാണെങ്കിൽ ആകെ 103 കാഞ്ചിയെ പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 103 കാഞ്ചി നിങ്ങൾ ഡെയിലി ഒരെണ്ണം വെച്ച് പഠിച്ചാലും നിങ്ങൾക്ക് 3 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 3.5 മാസം കൊണ്ട് നിങ്ങൾക്ക് കാഞ്ചി പഠിച്ച് തീരും. ഓക്കെ, ഇനി ഒരു 2 വെച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം തീരും. പിന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ വൊക്കാബുലറിയും കാഞ്ചിയും ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, ഈ വൊക്കാബുലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസഗോഹാൻ. എന്താണ് അസഗോഹാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. അതായത് അസഗോഹാൻ എന്നുള്ളത് ജാപ്പനീസ് വേർഡാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു വേർഡ് തമാഗോ. തമാഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്, അതായത് കോഴിമുട്ട, മുട്ട. അപ്പോൾ അതിൻ്റെ വൊക്കാബുലറി, അങ്ങനെയുള്ള ഓരോരോ ജാപ്പനീസിൽ പല സാധനങ്ങൾക്കും പറയുന്ന വൊക്കാബുലറി പഠിക്കലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള കാഞ്ചിയും പഠിച്ച് പോവുക. ഓക്കെ, ഇനി ഹിരഗാന കത്തക്കാന ഓൾറെഡി അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജാപ്പനീസ് എഴുതാനും അതുപോലെ തന്നെ വായിക്കാനൊക്കെ നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് വൊക്കാബുലറിയും വളരെ പെട്ടെന്ന് തന്നെ പഠിച്ച് പോകാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ടാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഗ്രാമറിലോട്ട് പോകേണ്ടുള്ളൂ. അപ്പോൾ ഗ്രാമർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന പോലെ അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഗ്രാമറൊന്നും ഒരിക്കലും N5 ലെവലിൽ വരുന്നില്ല. ഓക്കെ, നമുക്ക് ഈ ഒരു N5 ലെവലിൽ ആകെ കൂടെ വരുന്ന ഗ്രാമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ, അതുപോലെ തന്നെ ബേസിക് പാർട്ടിക്കിൾസ്, ഇപ്പോൾ വാ, ഗ, ദേ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ ബേസിക് പാർട്ടിക്കിൾസ്, ഇതൊക്കെയാണ് നമ്മൾ ഗ്രാമറിൽ, പിന്നെ കുറച്ച് വേർബ്സ്, കുറച്ച് അഡ്ജക്റ്റീവ്സ്, ഇതൊക്കെയാണ് നമ്മളുടെ N5 ലെവൽ ഓഫ് ഗ്രാമറിൽ വരുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം, ഒരു ബുക്ക് വെച്ച് പഠിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ബുക്ക് സെലക്ട് ചെയ്ത് പഠിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്, ഒരുപാട് ഫേമസ് ബുക്സ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിന്നാനോ നിഹോങ്കോ, അതുപോലെ തന്നെ ഗെങ്കി, ഇങ്ങനത്തെ ഒരുപാട് ബുക്സ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ പഠിച്ചത് ഏത് ബുക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ ജപ്പാൻ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത് തന്നിട്ടുള്ള സെൻസെ എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ബുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരോദോരി എന്ന് പറയുന്നൊരു ബുക്കാണ്. ഓക്കെ, ഇരോദോരിയിൽ 2 ലെവൽസാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതായത് സ്റ്റാർട്ടർ, അതുപോലെ തന്നെ എലമെൻ്ററി. ഈ ബുക്കിൽ 2 ഡിവിഷൻസ് ആണ്, സ്റ്റാർട്ടറും ഉണ്ട്, എലമെൻ്ററി ഉണ്ട്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടർ പഠിക്കുന്നതോടുകൂടി നമ്മൾ N5 തന്നെ ഒരു 80-85% കംപ്ലീറ്റ് ആക്കി എന്ന് പറയാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇനി അത് കഴിഞ്ഞ് എലിമെൻ്ററി പഠിക്കുന്നതോടുകൂടി നിങ്ങൾ N5 കംപ്ലീറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലിസണിങ് പ്രാക്ടീസസ് ഉണ്ട് അതിൽ, അതുപോലെ തന്നെ റൈറ്റിംഗ് പ്രാക്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ ഷാഡോയിങ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും നല്ല രീതിയിൽ തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് N5 കംപ്ലീറ്റ് സിലബസും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആവും. മാത്രമല്ല ജൂലൈയിൽ മാത്രമാണ് അടുത്ത N5 എക്സാം വരുന്നത്, അടുത്ത JLPT സീരീസ് വരാൻ പോകുന്നത്. അതുകൊണ്ട് അത്രയും സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ജാപ്പനീസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇനി സർട്ടിഫിക്കേഷൻസ് ഒന്നും വേണ്ട, ഒരു ബേസിക് ലെവൽ ഓഫ് ജാപ്പനീസ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇവിടെ കോളേജിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ബേസിക് ലാംഗ്വേജ് അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് അത്യാവശ്യമാണ്.
അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നോക്കുകയാണെങ്കിലും ഇതൊരു പെർഫെക്റ്റ് പ്ലാനാണ് ഇത്തരത്തിൽ പഠിച്ചു പോരുക എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇറോദോരിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറോദോരിയിൽ ഓഡിയോ ഫയൽസും കൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിലൂടെ നമുക്ക് ജാപ്പനീസ് സ്ലാങ്ങിൽ, അതായത് അവരെങ്ങനെയാണ് ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു ബുക്കിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് പ്ലാനാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഞാൻ ഇവിടെ വരുന്നതിൻ്റെ മുന്നേ ഇങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലൊരു കൂടുതലോ അല്ലെങ്കിൽ ഒരു കുറവോ ഉണ്ടായിട്ടില്ല. കംപ്ലീറ്റ്ലി ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഫോളോ ചെയ്യുക. അതോടുകൂടി നിങ്ങൾക്ക് ഒരു N5 ലെവൽ വളരെ ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോച്ചിങ്ങിനും പുറത്ത് എവിടെയും പോകാണ്ട് ₹1 പോലും മുടക്കാണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ജാപ്പനീസ് പഠിക്കാൻ പറ്റും. ഷുവറായിട്ട് ഞാൻ പറയുന്നതാണ്, N5 എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി അത് വേണ്ടെങ്കിൽ ബേസിക് ലെവൽ ഓഫ് ജാപ്പനീസ് മാത്രം അറിയണമെന്നുള്ള പേർപ്പസ് ആണെങ്കിലും നിങ്ങൾക്കത് സാധ്യമാവും. അപ്പോൾ ഇതുപോലെ പഠിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ബേസിക് ലാംഗ്വേജ്, ജാപ്പനീസ് ലാംഗ്വേജ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാം. അതല്ലാത്തവർ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ പെട്ടെന്ന് റിപ്ലൈ തന്നില്ലെങ്കിലും എന്തായാലും റിപ്ലൈ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.